കണ്ണൂരിൽ കരുത്തു വിളിച്ചോതി എംഎസ്എഫിന്റെ ശക്തിപ്രകടനം. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി നടന്നത്. കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ വേട്ടക്കാർ തന്നെ ഇരക്കൊപ്പം നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഹരിത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതായി എംഎസ്എഫിന്റെ വിദ്യാർത്ഥി റാലി. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കണ്ണൂരിൽ റാലി സംഘടിപ്പിച്ചത്. 5000-ഓളം വിദ്യാർത്ഥികൾ അണിനിരന്ന റാലിയാണ് കണ്ണൂർ നഗരത്തിൽ നടന്നത്. മുസ്ലിം സമുദായം അനർഹമായത് പലതും നേടുന്നു എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ യാഥാർത്ഥ്യം പഠിക്കണമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ പഠനം തന്നെ ഇതിന് തെളിവാണ്. സർക്കാർ സർവീസിൽ 135% പിന്നിലാണ് ഈ സമുദായം. അർഹമായതുപോലും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞു, ഈ സമുദായം ഒരുപാട് നേടിയെന്ന്, അനർഹമായിട്ടുള്ള ഒരുപാട് നേടി എന്നുള്ള രീതിയിലാണ് സംസാരം. ഒറ്റ കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടു. പിന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ജോലികളിൽ സംവരണമുണ്ട്, ആനുപാതികമായിട്ടുള്ള സംവരണമുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തുവിട്ട ആ കണക്കനുസരിച്ചിട്ട് മുസ്ലിം സമുദായം കേരള സർക്കാരിന്റെ സർവീസിൽ 135% പിന്നിലാണ്. അപ്പൊ കേരള സർക്കാരിന്റെ സർവീസിൽ അത്രയും കുറച്ച് മുസ്ലിങ്ങളെ ഉള്ളൂ. അതിൽ 135% കൂടുകയാണ് വേണ്ടത്. അങ്ങനെ കൂട്ടണമെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ സംവരണം തന്നെ കൂട്ടേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ആരും വേണ്ടില്ല. ഇവിടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന് എന്തോ അനർഹമായിട്ട് ഒരുപാട് സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സംസാരമാണ്. നമുക്ക് അനർഹമായിട്ടുള്ളത് പോട്ടെ, അർഹതയുള്ള ഭരണഘടനാപരമായിട്ട് നമുക്ക് അവകാശമുള്ള നമ്മുടെ കാര്യങ്ങൾ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത്. ന്യൂനപക്ഷ വേട്ടയാണ് ഇന്ന് രാജ്യത്തെമ്പാടും നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തുറങ്കിലടിച്ചത് നാം കണ്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതൊന്നുമല്ല കോടതിയിൽ നടന്നത്. NIA കൈയിലേക്ക് ഈ കേസ് എങ്ങനെ എത്തി എന്നത് കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്നും ഹാരിസ് ബീരാൻ MP ആവശ്യപ്പെട്ടു. വേട്ടക്കാർ തന്നെ ഇരക്കൊപ്പം നിൽക്കുന്നതാണ് നാം കണ്ടത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ കേസ് നമ്മൾ കണ്ടു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീ അതിനകത്തുണ്ടായിരുന്നു. കല്ലായി സാഹിബ് അവിടെ പോയിരുന്നു, സേലരി സാഹിബ് അവിടെ പോയിരുന്നു. നമ്മുടെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി TNA ഖാദർ അവിടെ പോയിട്ട് അവരെ സഹോദരനുമായിട്ട് തന്നെ സംസാരിപ്പിച്ചു. ഞങ്ങൾ MP-മാരെല്ലാവരും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോയി കണ്ടു. അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം പോലും, ഒരൊറ്റ കാര്യം പോലും ഈ കേസിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അമിത്ഷാ എന്താ പറഞ്ഞത്? ഇത് NIA കേസെടുക്കാൻ പറ്റിയ കേസല്ല, അതുകൊണ്ട് NIA കോടതിയിൽ പോകാൻ പറ്റില്ല, നിങ്ങൾ വിചാരണ കോടതിയിൽ മാത്രം തിരിച്ചു പോവുക. NIA കോടതിയിലേക്ക് വിട്ട സെഷൻസ് കോടതിയുടെ നടപടി തെറ്റാണ്, ഞങ്ങളും അതിനെതിരെ അപ്പീൽ പോകാൻ പോവുകയാണ് എന്നാണ് അമിത്ഷാ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചത് എന്താണ്? NIA കോടതിയിലേക്ക് പോയി, NIA കോടതിയിൽ തന്നെ ജാമ്യം കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് ഇരകൾക്കൊപ്പമുള്ളത് ആരാണ്? ഇരകൾക്കൊപ്പമുള്ളത് വേട്ടക്കാര് തന്നെയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനായി നിലകൊണ്ട ഖായിദെ മില്ലത്ത് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അത് വെയിലത്ത് വാടില്ല. വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ ഈ സമുദായത്തിന് അഭിവൃദ്ധി ഉണ്ടാകൂ എന്ന് പഠിപ്പിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ. സമുദായത്തിന്റെ അത്താണിയും സംരക്ഷണവുമാണ് ഈ പാർട്ടിയെന്നും ഹാരിസ് ബീരാൻ MP പറഞ്ഞു. MSF കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MSF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, CK നജാഫ്, CK മുഹമ്മദ് അലി, റുമൈസ റഫീഖ്, KP താഹിർ, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, അൻസാരി തില്ലങ്കേരി,
MSF ജില്ലാ ജനറൽ സെക്രട്ടറി KP റംഷാദ്, TA തങ്ങൾ, അഡ്വക്കേറ്റ് K ലത്തീഫ്, VP വമ്പൻ തുടങ്ങി മുസ്ലിം ലീഗ് MSF യൂത്ത് ലീഗ് നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.